ടെലഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബെഞ്ച്മാർക്സ് എന്നുള്ളതാണ് ടെലഗ്രാമിൻ്റെ പേര്. Eqtfx എന്ന പേരിൽ എനിക്ക് യാതൊരുവിധ ടെലഗ്രാമും @present ഇല്ല എന്നുള്ള വിവരം കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. ബെഞ്ച്മാർക്സിൽ ബേസിക്കലി സ്റ്റഡി മെറ്റീരിയലാണ് ഷെയർ ചെയ്യുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. സാധാരണ റിസൾട്ടുകൾ ഫസ്റ്റ് ഞാൻ ബെഞ്ച്മാർക്സിലാണ് കൊടുക്കുന്നത്. കാര്യം അവിടെ നമുക്ക് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. യൂട്യൂബ് വീഡിയോയിൽ കൊടുക്കണമെങ്കിൽ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബെഞ്ച്മാർക്സ് കൊടുത്തിട്ടാണ് സാധാരണ യൂട്യൂബിലേക്ക് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ബെഞ്ച്മാർക്സ് കയറാം. ഓൾറെഡി ബെഞ്ച്മാർക്സിൻ്റെ എന്താ പറയണ്ടേ ആ ലിങ്ക് ഓൾറെഡി ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ റിസൾട്ട് സീസണിൽ ഞാൻ പല സൂം മീറ്റിംഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. റെക്കമെൻഡേഷൻ സൂം മീറ്റിംഗ്സ് അല്ല എന്ന് നിങ്ങൾ ഓർത്തണം, ലേണിംഗ് സൂം മീറ്റിംഗ്സ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ വരുന്ന 30-40 ഡേയ്സിനുള്ളിൽ വിൽ ഡെഫിനറ്റ്ലി മീറ്റ് 3-4 ടൈംസ് ആക്ച്വലി. സോ എല്ലാത്തിൻ്റെയും ഡേറ്റ്സ് പ്ലാൻ ചെയ്ത് ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ ചേർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം. ഒരു ലേണിംഗ് ഇൻപുട്സ് ആണ് ഇതൊക്കെ. ലേണിംഗ് ഇൻപുട്ട് ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ എനിക്ക് ധാരാളം വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് കിട്ടാറുണ്ട്. പലരും ഞാൻ കഴിവതും അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ചില മെസ്സേജുകൾ ഡിലേ ആയിട്ട് റിപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ആയിട്ടുള്ള വർക്കുകൾ വരാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ ഡിലേ ആണെങ്കിൽ പോലും പല കേസിലും ഞാൻ തീർച്ചയായും റെസ്പോണ്ട് ചെയ്തിരിക്കും. ശരിക്കും നമ്മൾ റിസൾട്ട് സീസണിൻ്റെ പീക്കിലേക്ക് കിടക്കുകയാണല്ലേ ശരിക്കും. സോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് സീസൺ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ല നിങ്ങൾക്ക് താല്പര്യമില്ല ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിത് ഫോളോ ചെയ്യുന്നൊരു സിസ്റ്റമാണ്, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഞാനതിൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ നോക്കി ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അല്ലാതെ നിങ്ങളോട് പറഞ്ഞ ചിലപ്പോൾ പല പോയിൻറ്റ്സും മിസ്സാകാൻ ചാൻസ് ഉണ്ട്. സോ മിസ്സാകാതിരിക്കാനായിട്ട് ഞാൻ പോയിൻറ്റ്സ് എൻ്റെ സിസ്റ്റത്തിൽ നോട്ട് ചെയ്തിട്ട് ഞാനത് വായിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമല്ലേ. ഒന്ന് ഫണ്ടയിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തെല്ലാമാണ്. രണ്ട് ടെക്നിക്കൽ പ്ലസ് ബിഹേവിയർ നമ്മൾ നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തെല്ലാമാണ്. ഫസ്റ്റ് നമുക്ക് 4 ടൈപ്പ് മാർക്കറ്റ് സൈക്കിളുണ്ട് അക്രോസ് വേൾഡ് ശരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് ഡിഫ്ലേഷൻ മീൻസ് എന്ത് ചെയ്താലും പ്രൈസ് കൂടുന്നില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് നിൽക്കും, ഡിമാൻഡ് എപ്പോഴും നല്ല ഡിമാൻഡ് കാണും, സ്ട്രോങ് ജോബ് ഡേറ്റ ആയിരിക്കും, തൊഴിലില്ലായ്മ കമ്പാരിറ്റീവ്ലി മിനിമലായിരിക്കും ശരിക്കും. അതാണ് ബേസിക്കലി ഡിഫ്ലേഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് സൈക്കിൾ ശരിക്കും. ഡിഫ്ലേഷനിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഇൻഫ്ലേഷനിലേക്ക് വരും. ഇൻഫ്ലേഷൻ മീൻസ് എല്ലാത്തിനും വില കൂടുന്നു ശരിക്കും. പ്രൈസ് ബാങ്ക് ഇൻട്രസ്റ്റ് കൂടുന്നു, സാധനങ്ങളുടെ വില കൂടുന്നു, വോളറ്റിലിറ്റി കൂടുന്നു എന്ന് വേണം പറയാൻ സാധിക്കും. ഇൻഫ്ലേഷനിൽ നിന്നും നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സ്റ്റാഗ്ഫ്ലേഷനാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സീരിയസ് കേസിലായി കഴിഞ്ഞു. കാര്യം ചില സാധനങ്ങളുടെ വില കൂടുന്നു, ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് വില കുറയുന്നില്ല. സത്യത്തിൽ വില കുറയാൻ വേണ്ടിയാണ് ബാങ്കുകൾ ഇൻട്രസ്റ്റ് കൂട്ടുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ കൂടുന്നാൽ ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഡിമാൻഡ് മ്യൂട്ടഡ് ആവുന്നു, ജോബ് ഡേറ്റ വീക്കായി വരുന്നു. സ്റ്റാഗ്ഫ്ലേഷനിൽ നിന്നും നമ്മൾ അടുത്ത സ്റ്റേജ് റിസെഷനാണ് ശരിക്കും. ഇതാണ് നോർമൽ മാർക്കറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. റിസെഷൻ നമ്മൾ ലാസ്റ്റ് കണ്ട ലീമാൻ ബ്രദേഴ്സ് 2008 പൊട്ടിയ US പൊട്ടിയ സമയത്താണ് റിസെഷൻ വേൾഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും. സോ മാർക്കറ്റ് ഇപ്പോഴും ഈ ഒരു സൈക്കിളിനുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒന്നിലേൽ ഡിഫ്ലേഷൻ ആയിരിക്കും, അവിടുന്ന് ഇൻഫ്ലേഷൻ വരും, അവിടുന്ന് സ്റ്റാഗ്ഫ്ലേഷൻ വരും, അവിടുന്ന് റിസെഷൻ വരും. നൗ നമ്മുടെ മാർക്കറ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും സ്ട്രോങ് ബെയറിഷ് മാർക്കറ്റിലാണ് കിടക്കുന്നത്. കോവിഡിന് ശേഷം ശരിക്കും ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു. ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് അനുസരിച്ച് ബാങ്ക് റേറ്റ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തു ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട്. പക്ഷേ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ഡിമാൻഡ് വളരെ മ്യൂട്ടഡ് ആണ്. പക്ഷേ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ US ജോബ് ഡേറ്റ തൊഴിലില്ലായ്മ ഇപ്പോഴും വിത്തിൻ ലിമിറ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു അനൗൺസ്മെൻറ്റിലേക്ക് നമ്മളിപ്പോഴും വന്നിട്ടില്ല. മാർക്കറ്റ് തിരിച്ച് കുറേ എന്താ പറയണ്ടേ ഇൻഫ്ലേഷനൊക്കെ കണ്ടെയ്ൻ ചെയ്ത് കുറേ കൂടെയൊക്കെ പ്രൈസ് വോളറ്റിലിറ്റി എല്ലാം കുറഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീണ്ടും സ്റ്റാഗ്ഫ്ലേഷനിൽ നിന്ന് ഇൻഫ്ലേഷനിലേക്കും ഒരുപക്ഷേ ഡിഫ്ലേഷനിലേക്കും പോയേക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ കണ്ടീഷൻ മോശമാണെങ്കിൽ നമ്മൾ സ്റ്റാഗ്ഫ്ലേഷനിൽ നിന്ന് നമ്മൾ റിസെഷനിലേക്കും പോകാം. ശരിക്കും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ലത്. എല്ലാ ഗവൺമെൻറ്റ്സും അക്രോസ് വേൾഡ് അത് ഈ സ്റ്റാഗ്ഫ്ലേഷനിൽ നിന്നും റിസെഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ വരുന്ന ഡേറ്റകൾ അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യും. നമ്മൾ എടുത്ത സ്റ്റെപ്സ് എല്ലാം പോസിറ്റീവായിട്ട് വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ശരി. ഞാൻ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്സാണിത് ബേസിക്കലി. സോ ആദ്യം ഫണ്ടാ ബേസ്ഡ് ആണ്. സോ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് വായിക്കുന്നത്. സോ ഇപ്പോഴത്തെ ഒരു സ്റ്റാഗ്ഫ്ലേഷൻ അവസ്ഥയിൽ നമുക്ക് ഗ്രോത്ത് സ്റ്റോക്കിലേക്ക് പോകാനുള്ള സാധ്യത, നമുക്ക് ഗ്രോത്ത് സ്റ്റോക്കിൽ നമ്മൾ റിസ്ക് എടുക്കുന്ന ചാൻസസ് വളരെ
നിങ്ങൾ കുറയ്ക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റാഗ്ഫ്ലേഷൻ വരുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ നോർമലി സ്റ്റോക്കുകളിലെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ വലിയൊരു കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ്. ഫ്യൂച്ചർ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോയും എന്താ പറയണ്ടേ ഇൻട്രസ്റ്റ് റേറ്റ്സും എല്ലാം കൂടെ ചേർന്നാണ് അതിൻ്റെ അകത്ത് മെയിൻ കമ്പോണൻറ്റ്സ് വർക്ക് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് ഡിനോമിനേഷൻ അത് താഴെയുള്ള ഫാക്ടർ കൂടുമ്പം നാച്ചുറലി ഇൻട്രിൻസിക് വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഗ്രോത്ത് സ്റ്റോക്കിൽ പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും, പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഗ്രോത്ത് സ്റ്റോക്കിൻ്റെ പി വാല്യൂ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ധാരാളം ഗ്രോത്ത് സ്റ്റോക്കിൻ്റെ പി വാല്യൂ കഴിഞ്ഞ 1 ഇയറിനുള്ളിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വിത്ത് വാല്യൂ സ്റ്റോക്ക്. കാര്യം മാർക്കറ്റ് കണ്ടീഷൻ ഹ്യൂജ്ലി ബെയറിഷാണ്. സോ നമ്മൾ കഴിവതും വാല്യൂ സ്റ്റോക്കിൽ നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ക്വാർട്ടർ റിസൾട്ട് അനാലിസിസ് നടത്തുമ്പോഴേ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ വേണം നോക്കാനായിട്ട്. അല്ലാതെ 3-4 റിസൾട്ട് മോശമായി പെട്ടെന്ന് 5ാമത്തെ റിസൾട്ട് ഭയങ്കര ഒരു പെർഫോമൻസ് കൊടുത്തെന്ന് വെച്ചാൽ മാർക്കറ്റ് തന്നെ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ശരിക്കും. ഞാനെപ്പോഴും പറയാറുണ്ടല്ലേ, ഭയങ്കര റിസൾട്ട് ആയിരുന്നുകൊണ്ട് സ്റ്റോക്ക് കയറി പോകുന്നോ, റിസൾട്ട് ഒന്നും മോശമായിരുന്നിട്ട് സ്റ്റോക്ക് ഇറങ്ങിപ്പോകുന്നോ നമുക്കൊരിക്കലും വിചാരിക്കാൻ സാധിക്കത്തില്ല. അത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് സ്റ്റോക്കിന് എന്തുമാത്രം കയറ്റം കൊടുക്കണം, എന്തുമാത്രം താഴെ പോകണം എന്നുള്ളതും. കൺസിസ്റ്റൻ്റ് റിസൾട്ട് വരുന്ന സ്റ്റോക്കുകളിൽ ഒരു റിസൾട്ട് മോശമായാൽ അത് ഭയങ്കരമായിട്ടൊന്നും മാർക്കറ്റ് താഴെ പോകത്തില്ല. മേ ബി ഒരു റേഞ്ച് ബൗണ്ടിലൊക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് റിസൾട്ട് മോശമായിട്ടുള്ള സ്റ്റോക്കുകളിൽ പെട്ടെന്ന് റിസൾട്ട് ഭയങ്കരമായിട്ട് വന്നാൽ ഭയങ്കരമായിട്ട് അത് കുതിച്ച് കയറണമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. കൺസിസ്റ്റൻസിയാണ് സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ പിന്നോട്ടുള്ള പ്രയാണത്തിനെ സ്വാധീനിക്കുന്ന വലിയൊരു കാര്യം. കൺസിസ്റ്റൻ്റായിട്ട് 4-5 പെർഫോമൻസ് തന്നിട്ട് അടുത്ത ക്വാർട്ടറിലെ പെർഫോമൻസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നാൽ മാർക്കറ്റ് തീർച്ചയായും എന്നെ റെസ്പെക്റ്റ് ചെയ്യും ശരിക്കും. അവിടാണ് ഈ ഭയങ്കരമായിട്ട് സ്റ്റോക്ക്, ഈ വാല്യൂ സ്റ്റോക്ക് കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന വാല്യൂ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് പോകുന്നത് ഈ കൺസിസ്റ്റൻസി നിന്നാണ് ഷോർട്ടപ്പ് സംഭവിക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശരിക്കും. നിങ്ങൾ ക്വാർട്ടർ റിസൾട്ട് അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആനുവൽ പി ആൻഡ് എൽ അക്കൗണ്ട് തീർച്ചയായിട്ടും അനലൈസ് ചെയ്യണം. കാരണം പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മാക്രോ അനാലിസിസ് ആണ്. നമ്മൾ ക്വാർട്ടർ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത് മൈക്രോ ആണ് ശരിക്കും. മാക്രോ അനാലിസിസിൽ കുറേ കൂടെ ക്ലാരിറ്റി നമുക്ക് കിട്ടും. കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലമായിട്ടുള്ള പെർഫോമൻസിൻ്റെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. നമുക്ക് കമ്പാരിസൺ നടക്കും ശരി. മാക്രോ അനാലിസിസ് കഴിഞ്ഞാൽ ലാസ്റ്റ് 5 ഇയേഴ്സിലെ എന്താ പറയുക കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്തും കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്തും നിങ്ങൾ അനലൈസ് ചെയ്യുക. അതിൻ്റെ അകത്തും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിൻ്റ് ക്രിട്ടിക്കലായിട്ടുള്ള OCF ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കമ്പനിക്ക് ദൈനംദിന ചെലവുകൾ മീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഡെയിലി ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡെയിലി ഓപ്പറേഷൻ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ, ടൈറ്റ് ഇല്ലാതെ നടക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എപ്പോഴും പോസിറ്റീവായിരിക്കണം. നിങ്ങൾ കഴിഞ്ഞ കൊല്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവാണ് ഫസ്റ്റ്. കഴിഞ്ഞ കൊല്ലമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ ഫാന്റാസ്റ്റിക്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ ഏണിങ്സ് പൊട്ടൻഷ്യൽ, നിയറസ്റ്റ് ഏണിങ്സ് പൊട്ടൻഷ്യൽ, എന്തുമാത്രം പൈസ എവിടെ നിന്നെല്ലാം കിട്ടും, എന്തുമാത്രം ഓർഡർ എക്സിക്യൂഷൻ്റെ ചാൻസ് ഉണ്ട്, എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള ഡേറ്റ നിങ്ങൾ എടുക്കുക. ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, മൈക്രോ ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഡ്രോ ഡൗൺ 70 to 100% ആണെന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്പും റിസ്ക് ഫാക്ടർ കൂടുന്നത് ശരിക്കും. പക്ഷേ കറക്റ്റ് പിക്കാണെങ്കിൽ അതുപോലെ റിട്ടേൺ തരാനും സാധിക്കും മൈക്രോ ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും. 3-4 ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സാണ് മൈക്രോ ക്യാപ്പും സ്മോൾ ക്യാപ്പിനും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് വെച്ചാൽ മാർജിൻ എക്സ്പാൻഷൻ കമ്പൾസറി ആയിട്ട് വേണം ടുവേഡ്സ് അപ്പ് ട്രെൻഡ്. കൺസിസ്റ്റൻസി വേണം, അത് മാർജിൻ എക്സ്പാൻഷൻ കമ്പൾസറി ആയിട്ട് വേണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഡെപ്റ്റ് മിനിമലായിരിക്കണം, അല്ലെങ്കിൽ ഡെപ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കണം ശരിക്കും. മൂന്നാമത്തെ കാര്യം മാനേജ്മെൻറ്റ് വിഷൻ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിയറസ്റ്റ് ഏണിംഗ് പൊട്ടൻഷ്യലെ കുറിച്ച് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പക്കയായിരിക്കണം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് EPS, ഇത് രണ്ടും എക്സ്പാൻഷൻ കമ്പൾസറി ആയിട്ട് വന്നിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രോങ് വാല്യൂ എക്സ്പാൻഷനുള്ള സ്റ്റോക്ക്, അത് മൊമെൻറ്റം സോണിൽ കിടക്കുന്ന സ്റ്റോക്കായിരിക്കണം നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. വാല്യൂ എക്സ്പാൻഷൻ വേണം. വാല്യൂ എക്സ്പാൻഷൻ എങ്ങനെ വരുന്നത്? കൺസിസ്റ്റൻറ്റ് പെർഫോമൻസിൽ നിന്നാണ് വാല്യൂ എക്സ്പാൻഷൻ വരുന്നത്. അങ്ങനത്തെ വരുന്ന വാല്യൂ എക്സ്പാൻഷൻ സ്റ്റോക്കുകൾ മൊമെൻറ്റം സോണിൽ കിടന്നാൽ അവിടെ നിന്നാണ് തിരിച്ചു കയറാനുള്ള ചാൻസസ് കൂടുതൽ. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോർ സ്റ്റോക്ക് ഹാവിങ് എക്സലൻറ്റ് ഇൻട്രിൻസിക് വാല്യൂ, ലോവസ്റ്റ് പെഗ് റേഷ്യോ ആൻഡ് എക്സലൻറ്റ് ബുക്ക് വാല്യൂ. ഈ പോയിൻറ്റും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം കറക്റ്റായിട്ട് എല്ലാ സ്റ്റോക്കിലും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് നമ്മുടെ അനാലിസിസ് എപ്പോഴും ഫ്ലെക്സിബിലിറ്റി വേണം. പക്ഷേ അൺകോംപ്രമൈസിങ് അനാലിസിസിൻ്റെ കുറച്ച് ഇൻപുട്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ശരിക്കും. ഇതാണ് ബേസിക്കലി ഫണ്ടയിലുള്ള കുറച്ച് ഇൻപുട്സ്. എല്ലാ ഇൻപുട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ ഇൻപുട്സ്, ആവശ്യമുള്ള കുറേ ഇൻപുട്സ് കവർ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കടുത്ത ടെക്നിക്കൽ ആൻഡ് ബിഹേവിയർ ഇൻപുട്സിലേക്ക് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിഫ്റ്റിയുമായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ആയിരിക്കണം ഫസ്റ്റ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ വേൾഡിൽ കൺഫ്യൂസ്ഡ് ആവുന്നത് ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞാൽ
സ്റ്റോക്ക് പുൾ ബാക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ശരിക്കും. ബ്രേക്കൗട്ടിൻ്റെ കൂടെ കയറണോ അതോ പുൾ ബാക്ക് വരുമ്പോൾ കയറണം എന്നുള്ളതാണ്. ഒരു പരിധിവരെ ബ്രേക്കൗട്ടിൽ സ്റ്റോക്ക് ചില ബിഹേവിയർ പാറ്റേൺ കാണിക്കും, അത് പുൾ ബാക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. ആ ബിഹേവിയർ പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ RSI സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ് വെച്ചാണ്. ശരിക്കും RSIയിൽ പല ഡൈവേർജൻസ് ഉണ്ട്. RSI പോസിറ്റീവ് ഡൈവേർജൻസ് ഉണ്ട്, നെഗറ്റീവ് ഡൈവേർജൻസ് ഉണ്ട്, ബുള്ളിഷ് ഡൈവേർജൻസ് ഉണ്ട്, ബെയറിഷ് ഡൈവേർജൻസ് ഉണ്ട്, അല്ലേ? ഹിഡൻ ഡൈവേർജൻസസ് വേറെ ഉണ്ട്. ഇതിനുമായിട്ട് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് RSI സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ്. ഈ സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസുമായിട്ട് ചേർന്ന് പോകുന്ന ബ്രേക്കൗട്ടിൽ ഫ്രം RSI ODC സോണിൽ നിന്നാണ് ഈ ബ്രേക്കൗട്ട് സംഭവിക്കുന്നെങ്കിൽ ആ സ്റ്റോക്കുകൾ സാധാരണഗതിയിൽ പുൾ ബാക്ക് സോണിലേക്ക് വരത്തില്ല. ഇതെന്താ RSI എന്ന് പറയുന്നത് ടൈമിൻ്റെയും പ്രൈസിൻ്റെയും കൂടെ ചേർന്നുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ കയറുന്ന സ്റ്റോക്കുകൾ എന്താ സംഭവിക്കുന്നത്? അത് പ്രൈസിനെ കവിച്ച് വെച്ച് അല്ല ടൈമിനെ കവിച്ച് വെച്ച് കയറിപ്പോകുന്ന മൊമൻറ്റം സ്റ്റോക്കുകളാണ് ശരിക്കും. ഈ സ്റ്റോക്കുകളൊന്ന് കയറിപ്പോയിട്ട് ഇത് സാധാരണ ഒരു ടൈം കറക്ഷനിലേക്ക് പോകും. അവിടെ വെയിറ്റ് ചെയ്യും. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? EMA കയറി ചെല്ലാനായിട്ട്. സാധാരണ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ 4 അവേഴ്സിൽ EMA ആയിട്ട് ചേരുമ്പോഴത്തേക്കും അവിടുന്ന് വീണ്ടും ബൗൺസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകും. സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസിനെ കുറിച്ച് നിങ്ങൾ തറവായിട്ട് പഠിക്കാനുണ്ട്. ഞാനീ പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ച് തറവായിട്ട് പഠിക്കേണ്ട കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് തറവാണെങ്കിൽ ഏകദേശം ബ്രേക്കൗട്ട് സോണിൽ ആ ബ്രേക്കൗട്ട് കൊടുക്കുന്ന സ്റ്റോക്കുകൾ തിരിച്ചു വരുമോ പുൾ ബാക്കിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മുടെ ധാരണ നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയാൽ നമുക്ക് പുൾ ബാക്ക് വരാൻ സാധ്യതയില്ലാത്ത സ്റ്റോക്കുകളെ നമുക്ക് 4 അവേഴ്സ് ടൈം ഫ്രെയിം, ദാറ്റ് മീൻസ് ഒരു ടൈം ഫ്രെയിം താഴെ പോയിട്ട് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഇവൻ EMA-യുമായിട്ട് ചേരും, EMA 20 ആയിട്ട് ചേരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ സാധിക്കും. നെവർ ചേസ് എ ബ്രേക്കൗട്ട്. ആക്ച്വലി ബിഗസ്റ്റ് മിസ്റ്റേക്കാണ് ഒരു പാരബോളിക് സ്റ്റോക്കിനെ ചേസ് ചെയ്യുന്നതും ഒരു ബ്രേക്കൗട്ടിനെ ചേസ് ചെയ്യുന്നതും. ഒരു കാരണവശാലും ചേസ് ചെയ്യാൻ പാടില്ല. ചേസ് ചെയ്യുന്ന കേസ് എങ്ങനത്തെ കേസാണ്? സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ് വന്ന സ്റ്റോക്ക് RSI ODC സോണിൽ നിന്ന് കയറി പോകുന്ന സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായും നമുക്ക് ഒരു പരിധിവരെ റിസ്ക് എടുക്കാൻ സാധിക്കും. ഒന്നിൽ 100% സക്സസ് ഇല്ല. ശരിക്കും സക്സസ് എപ്പോഴും ലിമിറ്റഡ് ആണ്. പക്ഷെ നമുക്ക് എന്താ പറയണ്ടേ, മാക്സിമം നമ്മുടെ പാരാമീറ്റേഴ്സും നമ്മുടെ അനാലിസിസും വെച്ച് ബെസ്റ്റ് പ്രോബിലിറ്റി എടുക്കുന്ന സ്റ്റോക്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് ഒരു പരിധിവരെയൊക്കെ റിസ്ക് എടുക്കാൻ സാധിക്കും ശരിക്കും. പക്ഷേ ഒരു കാരണവശാലും പാരബോളിക് സ്റ്റോക്ക് എന്ന് പറയുമ്പം എന്താ പറയണ്ടേ, ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാതെ ഒരൊറ്റ പോക്ക് പോകുന്ന സ്റ്റോക്കുകളാണ് പാരബോളിക് സ്റ്റോക്ക്. അവിടെ ഹയർ ലോ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസിലായിരിക്കും. ദാറ്റ് മീൻസ് സ്റ്റോക്ക് ഒന്ന് കൈവിട്ടാൽ നേരെ താഴെ പോയി വീഴുന്ന ലെവൽ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പാരബോളിക് സ്റ്റോക്കുകളെ ചേസ് ചെയ്യലെന്ന് പറയാൻ കാര്യം ശരിക്കും. നമ്മൾ ഹ്യൂജ് ബെയറിഷ് മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിഫറബിളി പുൾ ബാക്ക് സോൺ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കഴിവതും വീക്കിലിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്. പല സ്റ്റോക്കിലും ഡെയിലി പുൾ ബാക്ക് സോണും വീക്കിലി പുൾ ബാക്ക് സോണും ഒരേപോലെ വരുന്ന ചില സ്റ്റോക്കുകളുണ്ട് ശരിക്കും. ഇങ്ങനത്തെ സ്റ്റോക്കുകൾ കിട്ടുവാണെങ്കിൽ, ഇങ്ങനത്തെ സ്ട്രോങ് സ്റ്റോക്കുകൾ കിട്ടുവാണെങ്കിൽ ഐസിങ് ഓൺ കേക്കാണ്, ബെസ്റ്റാണ് ശരിക്കും. ഇതിൽ നമുക്ക് ടാർഗറ്റ് ക്ലാരിറ്റി വേണം, നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ക്ലാരിറ്റി വേണം, നമ്മുടെ എൻട്രിയുടെ ക്ലാരിറ്റി വേണം, നമ്മുടെ എക്സിറ്റിൻ്റെ ക്ലാരിറ്റി വേണം. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. RSI ഡൈവേർജൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. EMA 5 വേറെ എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. 1 അവറിലെ എന്താ പറയണ്ടേ സ്വിംഗ് ലോ കട്ട് ചെയ്ത് സ്റ്റോക്ക് സ്ട്രോങ് വോളിയത്തോടുകൂടി താഴെ പോകുന്ന വേറെ എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. ദർ ആർ സോ മെനി എക്സിറ്റ് സ്ട്രാറ്റജീസ് വയ്ക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും ശരിക്കും, ഒരു പരിധി വരെ. ശരി, ഒരു സ്റ്റോക്കിൽ എൻട്രി മിസ്സാകുന്ന വെച്ചാൽ നാച്ചുറലാണ്, ആർക്കും വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ അങ്ങനത്തെ സ്റ്റോക്കിന് ചേസ് ചെയ്യേണ്ട. ഇങ്ങനെ സ്റ്റോക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു പുൾ ബാക്ക് നമുക്ക് കിട്ടും. ആ പുൾ ബാക്കിൽ നമ്മൾ കാത്തിരിക്കുക എൻട്രിക്ക് വേണ്ടി. നമ്മൾ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയണ്ടേ ട്രേഡ് മാനേജ്മെൻറ്റ്. FOMO ആണ് അടുത്ത ട്രേഡ് മാനേജ്മെൻറ്റ്. FOMO കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് അടുത്ത ട്രേഡ് മാനേജ്മെൻറ്റ്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ട്രേഡിംഗ് സൈക്കോളജിയിൽ അത്യാവശ്യമാണ് നമ്മളെല്ലാ ഡിസ്റ്റർബൻസിൽ നിന്നും അറിയിക്കുക എന്നുള്ളത് ട്രേഡിംഗ് സൈക്കോളജിയിലെ അത്യാവശ്യമായിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ബിഹേവിയറാണ്. നമ്മളത് ചെയ്തേ മതിയാകൂ, ബെറ്റർ ഫോക്കസിന് വേണ്ടി, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സ്വിംഗ് ട്രേഡും ഇൻട്രാഡേ ട്രേഡും അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ടൈം ട്രേഡും എല്ലാം ഈ വാല്യൂ ലിസ്റ്റിൽ നിന്ന് മാത്രമേ ചെയ്യുള്ളൂ. കാര്യം ഈ വാല്യൂ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 25 സ്റ്റോക്ക് 30 സ്റ്റോക്സിൻ്റെ വാല്യൂ ലിസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡെയിലി ഈ സ്റ്റോക്കുകളെ നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്ന് യു ഷുഡ് അനലൈസ് ഫ്രം വേരിയസ് പോയിൻറ്റ്സ്, വേരിയസ് ആംഗിൾസ്, വേരിയസ് ആസ്പെക്ട്സ്. ആക്ച്വലി അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഹ്യൂജ് ആയിരിക്കും ശരിക്കും. നിങ്ങൾ ഈ വാല്യൂ സ്റ്റോക്കിനെ വീണ്ടും മാറ്റിയിട്ട് വീണ്ടും നമ്മൾ വേറെ കുറേ സ്റ്റോക്ക് നമ്മൾ അതിൻ്റെ പുറകെ പോലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നിൽ നമുക്ക് സക്സസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ സ്റ്റോക്കിൽ മാത്രമേ ആ ഒരു ക്വാർട്ടറിൽ കറക്റ്റ് വാല്യൂ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്താൽ അടുത്ത ക്വാർട്ടറിന് തുടക്കം വരെ നമ്മുടെ വാല്യൂ സ്റ്റോക്കിൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്യാവുള്ളൂ. വേറെ സ്റ്റോക്കിലേക്ക് അല്ല വേറെ സെറ്റ് സ്റ്റോക്കിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല. കയറിപ്പോകുന്ന സ്റ്റോക്കുകളിലും ഇറങ്ങിപ്പോകുന്ന സ്റ്റോക്കുകളിലും സാധാരണ കാണുന്ന ഒരു RSI ഡൈവേർജൻസ് ആണ് ഹിഡൻ ഡൈവേർജൻസസ്. നിങ്ങൾ തീർച്ചയായും പഠിക്കണം. ഹിഡൻ ഡൈവേർജൻസസിന് തന്നെ പല ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് എന്താ പറയണ്ടേ
പോസിബിൾ ഇംപ്ലിമെൻറ്റേഷൻ സോൺസ് ഉണ്ട് ശരിക്കും. അപ്പം ആംഗിൾ കൂടുന്തോറും ഹിഡൻ ഡൈവേർജൻസ് ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. ആംഗിളിലുള്ള വ്യത്യാസം അനുസരിച്ച് ആ കണ്ടിന്യൂവേഷനുള്ള സ്ട്രെങ്ത്തിലും വ്യത്യാസം വരും. അത് തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പഠിച്ചാൽ ബെസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും, നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. ആർ സൈ ഡൈവേർജൻസസ് ഇത് കൂടാതെ തന്നെ ആർ സൈൽ ഡൈവേർജൻസസ് പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹിഡൻ ഡൈവേർജൻസ് കൂടാനുള്ള ബാക്കിയുള്ള ബേറിഷ് ഡൈവേർജൻസ്, ബുള്ളി ഡൈവേർജൻസ്, പോസിറ്റീവ് ഡൈവേർജൻസ്, നെഗറ്റീവ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓൾവേസ് എക്സ്പ്ലോർ 4 hour ടൈം ഫ്രെയിം, ഡെയിലി ടൈം ഫ്രെയിം, വീക്ക്ലി ടൈം ഫ്രെയിം. ഞാൻ ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നമ്മുടെ മാക്രോ അനാലിസിസ് നടത്തേണ്ടത്. ആക്ഷൻ നമ്മൾ നടത്തേണ്ടത് എപ്പോഴും എന്താ പറയേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിലാണ്. ചെറിയ ടൈം ഫ്രെയിം കൂടുതലായിട്ടുള്ള മൈക്രോ അനാലിസിസ് നമുക്ക് തരും, മാക്രോ അനാലിസിസ് നമുക്ക് ഹയർ ടൈം ഫ്രെയിം നമുക്ക് ഷെയർ ചെയ്യും. ശരി, ഇപ്പോഴും നിഫ്റ്റി അനലൈസ് ചെയ്യാൻ നേരത്ത് മദർ ഇൻഡെക്സ് S&P 500 അനലൈസ് ചെയ്യുക, ഡൗ ജോൺസ് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിഫ്റ്റി അനലൈസ് ചെയ്യുക. നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. ആൻഡ് നിഫ്റ്റി അനലൈസ് ചെയ്യുമ്പം റിലയൻസും HDFC ടിൻസ്, HDFC ബാങ്കും HDFC അനലൈസ് ചെയ്യുക. കാര്യം ഈ 3 സ്റ്റോക്കുകൾക്കാണ് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഈ 3 സ്റ്റോക്കിലെ പൊസിഷൻസ് നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റിനെയും പിന്നോട്ടുള്ള മൂവ്മെൻറ്റിനെയും തീർച്ചയായും സ്വാധീനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതൊക്കെയാണ് നട്ട്ഷെൽ ഓഫ് ഇൻഫർമേഷൻസ്, നട്ട്ഷെൽ ഓഫ് ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ സ്റ്റെപ്സ്. എല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അറിയില്ല, കുറച്ചൊക്കെ വിട്ട് കാണുമായിരിക്കും. കുറേയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് വിട്ടു പോകാതിരിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യേണ്ട. ആഡ് ചെയ്താൽ നല്ലതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് എന്താ പറയണ്ടേ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും, നിങ്ങൾക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാൻ സാധിക്കും. എന്തുമാത്രം നിങ്ങളുടെ ട്രേഡിംഗ് ക്വാളിറ്റി ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും.